3 വർഷത്തെ യുദ്ധത്തിന് ശേഷം ഉക്രൈൻ റഷ്യയുമായിട്ടൊരു സമാധാനത്തിന്റെ സൂചനകൾ ലഭിക്കുകയാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് ഉക്രൈന് പ്രസിഡന്റും തമ്മിൽ കാണാനും ചർച്ച ചെയ്യാനും ഒരു തീരുമാനമായിരിക്കുന്നു. ഈ വ്യാഴാഴ്ചയാണ് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് ആ ചർച്ചയ്ക്കുള്ള ഒരു വേദി ഒരുങ്ങുന്നത്. എങ്ങനെ നോക്കിക്കാണാം ഇത്? യൂറോപ്പ് വീണ്ടും സമാധാനത്തിലേക്ക് എത്തുകയാണോ? പുടിനും മനസ്സിലായി ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്ന ലിമിറ്റഡ് എൻഗേജ്മെന്റിനെ പറ്റി പറഞ്ഞു. ഒരു സ്ട്രാറ്റജിക് മൂവ് ഉണ്ട്. പക്ഷെ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അവിടെ ജോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് അടി. ദാറ്റ് ഇസ് സ്ഥലത്തിന് വേണ്ടിയിട്ട്. അവര് ഈ രാജ്യത്തിന്റെ സ്ഥലം വേറൊരു രാജ്യം വന്ന് ഓക്യുപ്പൈ ചെയ്യുക, അതാണ് അവരൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് നമ്മൾ കണ്ടു കുറെ. അത് കീവിന്റെ അവിടെ ആയാലും, അവിടെ കാർക്കീവ്. റഷ്യക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നേറ്റോ വന്ന് റഷ്യയുടെ ബോർഡറിൽ ഇരിക്കാൻ പാടില്ല. അതായിരുന്നു ഇതിന്റെ തുടക്കം തന്നെ, നമുക്കറിയാം. അവിടെ നിന്നാണ് തുടങ്ങിയത് ഈ പ്രോബ്ലം. അതേ സമയത്ത് നേറ്റോ പറഞ്ഞു ഞങ്ങൾ സെലൻസ്കിയെ ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾ സെലൻസ്കിക്ക് തോക്ക് കൊടുക്കും, പീരങ്കി കൊടുക്കും, ഞങ്ങൾ മിസൈല് കൊടുക്കും, ഞങ്ങൾ ഡ്രോണ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടു അതുണ്ടായിട്ടും സെലൻസ്കിക്ക് ജയിക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് പുടിനും എത്ര കൊല്ലായിട്ടും കുറെ സ്ഥലം പിടിച്ചെടുത്തു എന്നല്ലാണ്ട് അവരുടെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്ക് വളരെ കൂടുതൽ, ലക്ഷങ്ങളിലാണ് റഷ്യൻസ്. ഒരു കംപ്ലീറ്റ് ജനറേഷൻ അടിച്ചു പോയി എന്ന് പറയുന്നത് നമുക്ക്. അപ്പൊ അതാണ് ഇപ്പൊ ഒരു പുതിയ ഒരു നെഗോസിയേഷൻ എന്ന് പറയാം. ഒരു സീസ് ഫയർ അല്ല ഇത്, ഒരു നെഗോസിയേഷൻ. സെലൻസ്കി പറഞ്ഞ ഞാൻ പുടിനെ മീറ്റ് ചെയ്യാൻ റെഡിയാണ്, ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ മാതിരി പ്രീ കണ്ടീഷൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് പുടിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇവര് പറയുന്നത് 30 ദിവസം സീസ് ഫയർ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ പുടിൻ അത് റെഡിയാവാൻ തയ്യാറല്ല. സീസ് ഫയർ ഉണ്ടാവില്ല, നെഗോസിയേഷൻസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് യുദ്ധം നടന്നുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ എന്നുള്ള ഒരു കണക്ക് ഇട്ടിട്ടുണ്ട്. റഷ്യയുടെ ഒരു ഡയറക്റ്റ് പീസ് ടോക്സ് ഈ പറയാനുള്ളത്, ഇവർ പറയുന്നത് ദാറ്റ് ഇസ് സെലൻസ്കി പറഞ്ഞ ഫുൾ ടെമ്പററി സീസ് ഫയർ നെഗോസിയേഷൻസ് മുമ്പ്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ മാതിരി റഷ്യ അതിന് റെഡിയല്ല, അവരൊരു സീസ് ഫയറിന് റെഡിയല്ല. പക്ഷെ 12-ാം തീയതി തൊട്ട് ഒരു തരം കുറച്ചൊരു കൂളാവാൻ നോക്കും ഈ യുദ്ധം എന്നുള്ളതാണ് ഒരു കണക്ക് വരുന്നത്. പുടിൻ ഇത് ചെയ്യാൻ കാര്യം വേറെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ജയിക്കാനൊരു സാധ്യതയില്ലാത്തൊരു യുദ്ധമാണ്. ആരും ജയിക്കില്ല അതിൽ. കുറെ പേര് കൊല്ലപ്പെട്ടു, യുക്രൈന്റെ സൈഡിൽ നിന്ന് കൊല്ലപ്പെട്ടു. ഇവര് കുറെ സ്ഥലം റഷ്യ പിടിച്ചെടുത്തു, റഷ്യയുടെ കുറച്ച് സ്ഥലം ഇവരും പിടിച്ചെടുത്തു. പക്ഷെ എന്താണ്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആർക്കും ഒന്നും ജയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ട്രംപ് വന്നപ്പോ തൊട്ട് ട്രംപ് പറഞ്ഞിരുന്നു ഞാൻ ഈ യുദ്ധം നിർത്തും, ഈ ബൈഡനെ കൊണ്ട് പറ്റിയില്ല, ഞാൻ ചെയ്തുതരാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി പുടിൻ അത്ര ഈസി ആയിട്ട് ഇതിനെപ്പറ്റി, ഈ സീസ് ഫയറിനെ പറ്റി അഗ്രി ചെയ്യില്ല. ബിക്കോസ് പുടിൻ അറിയാം ഇന്ന് ട്രംപ് ഉണ്ടാവും, നാളെ ട്രംപ് ഉണ്ടാവില്ല 4 കൊല്ലം കഴിഞ്ഞ്. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ആരാണ് റഷ്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് പുടിന്റെ ഒരു ലുക്കം. അപ്പൊ അതാണ് ഒരു കാര്യം. ഈ ട്രംപും പറഞ്ഞിരുന്നു പുടിന് സീസ് ഫയറിനൊന്നും ഇതില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് ആള് പറയുന്നതാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുന്നത്. ഈ ഡയറക്റ്റ് നെഗോസിയേഷൻ വിതൗട്ട് എനി പ്രീ കണ്ടീഷൻസ് പറഞ്ഞാണ് ഒരു പ്രോബ്ലം വരാൻ പോകുന്നത്. ബിക്കോസ് വേറെ ഒന്നല്ല, ഈ പുടിനും നമ്മുടെ തുർക്കി പ്രസിഡന്റ് എർദോഗാനും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ഇന്നലെ രാത്രി. പക്ഷെ അതിലും ഇവർ പറഞ്ഞത് ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഇതന്നെയാണ്, ഇസ്താൻബുളിൽ വെച്ച് നടത്താം ടോക്സ് എന്നായിരുന്നു വേണമെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഇസ്താൻബുളിലായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വെക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക്. എനിക്ക് നമുക്കറിയാം ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരു അറസ്റ്റ് വാറണ്ട് കിടപ്പുണ്ട്. അത് പുടിന് മാത്രമല്ല, ഈവൻ നെറ്റന്യാഹുവിന് കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്ലെയിൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ആരും നിർത്തുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പുടിൻ ഡയറക്റ്റ് ആയിട്ട് പോയി ചർച്ച നടത്തുന്നുണ്ടാവില്ല, ഒരു റഷ്യൻ ഡെലിഗേഷൻ ആയിരിക്കും പോവുക. ആ റഷ്യൻ ഡെലിഗേഷൻ എന്താണ് പറയാൻ പോകുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഇത് ഫെബ്രുവരി 2022 തുടങ്ങിയ ഒരു യുദ്ധമാണ്. ഈ പറഞ്ഞ മാതിരി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സോൾജേഴ്സാണ് മരിച്ചിരിക്കുന്നത്. ഈ റഷ്യയും ഈ പറഞ്ഞ മാതിരി നേറ്റോവും ഇതിന്റെ ഫേസ് ടു ഫേസ് ആണ് ഈ ഒരു ക്രൈസിസ്. നമ്മൾ ഇതിനേക്കാളും കൂടി നല്ലൊരു വേറൊരു പോയിന്റ് നോക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്. യുക്രൈനും US-ഉം തമ്മിൽ ഈ പറഞ്ഞ മാതിരി റെയർ എർത്ത്സിന്റെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. ഒരു കുറെ ഈ പറഞ്ഞ മാതിരി അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെയർ എർത്ത്സ്, ലിഥിയം ആവട്ടെ വേറെ ഏതെങ്കിലും ആവട്ടെ, അതിന് ഈ പറഞ്ഞ US കമ്പനികൾക്ക് കോൺട്രാക്ട് കൊടുക്കുകയാണ് യുക്രൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് കാശും കിട്ടും അതിനു വേണ്ടിയിട്ട്. അത് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും തന്നെ, അതിന് മുമ്പ് ട്രംപ് ഈ US കമ്പനികളോട് എത്രയും മുമ്പ് തന്നെ ഈ ഒരു സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഈസി ആയിരിക്കും എല്ലാം ചെയ്തു വേണ്ടത്. ബിക്കോസ് അന്ന് തന്നെ ഓർമ്മയുണ്ടാവും, സെലൻസ്കിയുടെ അടുത്ത് പറഞ്ഞിരുന്നു
നിങ്ങൾ ഞങ്ങളുടെ കോൺട്രാക്ട് സൈൻ ചെയ്ത അമേരിക്കക്കാർ അവിടെ വന്ന് പണി തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ അവരെ മേലെ ബോംബിടില്ല. അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു ട്രംപിന്റെ. പക്ഷെ എന്നാലും സെലൻസ്കിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെലൻസ്കിക്ക് ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ സെലൻസ്കിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ഡൗട്ട് ഉണ്ട് യുക്രൈനിൽ. സെലൻസ്കിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ വളരെ വീക്കാണ്. ഈ പറഞ്ഞ മാതിരി യുക്രൈൻ്റെ എക്കോണമി തകർന്നു തരിപ്പടായി കംപ്ലീറ്റ് ആയിട്ട്. ഒരു ബിൽഡിങ്ങും ഒറ്റ സിറ്റിയില്ല. അത് ട്രംപ് തന്നെ പറഞ്ഞത്, നോട്ട് എ സിംഗിൾ ബിൽഡിംഗ് സ്റ്റാൻഡിങ് ടോൾ. എല്ലാം അടിച്ചുപോയി. അത് തിരിച്ച് റീബിൽഡ് ചെയ്ത് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാസയെക്കാട്ടും കഷ്ടമായിരിക്കും ഇവരുടെ കാര്യം. ഒരു മിനിമം ഒരു 20-30 കൊല്ലം പിടിക്കും യുക്രൈൻ്റെ ശരിക്കുള്ള ഒരു പൊസിഷനിലേക്ക് തിരിച്ചെത്താൻ. അത് ഇന്ന് തുടങ്ങിയാൽ ഒരു 30 കൊല്ലം വരെ, 20 കൊല്ലം മിനിമം എടുക്കും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ. അപ്പൊ ഇനി ഇത് ഡിലേ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി സെലൻസ്കിക്ക് ഒന്നും കിട്ടില്ല. പൂട്ടിന്റെ സ്ഥലത്തിന് നഷ്ടമല്ല, പക്ഷെ പൂട്ടിന്റെ എക്കണോമിക് ക്രൈസിസ് ആയിരിക്കും അതിനെക്കാട്ടും വരും. ബിക്കോസ് ഓൾറെഡി EU പറഞ്ഞു കഴിഞ്ഞു, ഈ ആഴ്ചക്കുള്ളിൽ ചർച്ച ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും സാങ്ഷൻസ് ഇടും റഷ്യയുടെ മേലെ. റഷ്യ ഇപ്പം തന്നെ ബാങ്കിങ് സിസ്റ്റത്തിന് പുറത്താണ്. സ്വിഫ്റ്റ് എന്നുള്ള ബാങ്കിങ് സിസ്റ്റം ഉണ്ട് ഇന്റർനാഷണൽ, അതിന്ന് പുറത്തായ റഷ്യ. അതല്ലാണ്ട് റഷ്യയുടെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റർനാഷണൽ ഓയിൽ മാർക്കറ്റിൽ അവരെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല. കുറച്ചു കാലം അവർ ഇന്ത്യക്ക് വിറ്റായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞൊന്നും വിൽക്കാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ഗ്യാസും ഗ്യാസും അത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞു, യൂറോപ്പ് വേണ്ടെന്ന് പറഞ്ഞു. റഷ്യയുടെ എക്കോണമി, ഒരു GDP നന്നായിട്ട് ഗ്രോ ചെയ്തിട്ട് അത് സമ്മതിച്ചു കൊടുക്കാണ്ട് പറ്റില്ല. എത്ര വലിയ യുദ്ധം ഉണ്ടായിട്ടും 3 കൊല്ലത്ത് റഷ്യൻ GDP നന്നായിട്ട് മുമ്പിലേക്ക് പോയിട്ടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എത്ര കാലം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ഈ റഷ്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ അല്ലല്ലോ ഇപ്പോഴത്തെ റഷ്യ. അതെല്ലാം പൊട്ടി ഈ പറഞ്ഞ മാതിരി ഓരോരോ പീസായി പോയി കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും റഷ്യയുടെ കയ്യിലൊരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം, മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്കും ഇതേ പ്രോബ്ലമാണ്. റഷ്യക്ക് ഈ ഒരു തിരിച്ചു വരാൻ ഒരു 10 കൊല്ലെങ്കിലും പിടിക്കും. അതുവരെ പുടിൻ ഉണ്ടാവുമോ ഇല്ല എന്നുള്ള വേറൊരു പ്രശ്നമാണ്, അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്തായാലും എന്ത് നടന്നാലും നമുക്ക് നോക്കേണ്ടത് റഷ്യക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി 2022 തുടങ്ങി വെച്ച ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് അൺകണ്ടീഷണൽ സീസ് ഫയർ അല്ലാണ്ട് ഒരു നെഗോസിയേഷൻ തുടങ്ങി വെച്ച് ഈ നെഗോസിയേഷനെ ഈ പറഞ്ഞ മാതിരി എങ്ങനെയെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആവട്ടെ, ട്രംപ് ആവട്ടെ, ബാക്കി എല്ലാവരും കൂടി ഒന്ന് എൻകറേജ് ചെയ്ത് ഇവർ രണ്ടുപേരും തമ്മിൽ ഇരുന്ന്, ഇപ്പൊ ട്രംപിന് ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ഒരു സീസ് ഫയറിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. അതിനെക്കാട്ടും വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും ഇത്. ബിക്കോസ് ഇത് നടന്നു കഴിഞ്ഞാൽ ട്രംപിന് വലിയൊരു വിജയമാണ്. അത് നോക്കി കണ്ടറിയണം നമ്മൾ, അത് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യം. പക്ഷെ എന്തായാലും ഈ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഇമ്പാക്ട് എന്തായാലും ഈ പറഞ്ഞ മാതിരി റഷ്യയും യുക്രൈനും തമ്മിലുണ്ടാവും, അതിൽ സംശയമില്ല. പക്ഷെ നമുക്ക് നോക്കിയിരിക്കണം അടുത്തൊരു ഈ പറഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ എന്താണ് നടക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് കണ്ടറിയണം. അപ്പോൾ എന്തായാലും ഒരു സമാധാനത്തിലേക്ക് യൂറോപ്പ് പോകും, ഒരു രീതിയിലേക്ക് വന്നാൽ. പക്ഷെ നാറ്റോയുടെ തീരുമാനം എന്തായിരിക്കും? നാറ്റോയിലേക്ക് സെലൻസ്കി പോവുകയാണെങ്കിൽ അത് വീണ്ടും ഒരു പ്രൊവോക്കേഷൻ ആയിട്ട് മാറില്ലേ? അങ്ങനെയാണെങ്കിൽ പുടിൻ അതിനെ സഹകരിക്കുമോ? നാറ്റോയിലേക്ക് പോവില്ല, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് ഈവൻ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, യുക്രൈൻ നാറ്റോയിലേക്ക് പോവില്ല, നാറ്റോ മെമ്പർ ആവാൻ പറ്റില്ല, പക്ഷെ നാറ്റോയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നാറ്റോയുടെ പേടി എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് യുക്രൈൻ അടിച്ച് റഷ്യ എടുത്തു കഴിഞ്ഞാൽ നാളെ റഷ്യ ഇവരുടെ ബോർഡറിൽ വന്നിരിക്കും. ജർമ്മനി ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, അവരുടെ ബോർഡറിൽ വന്നിരിക്കുന്നു. അവർക്കൊരു പേടി അതാണ്. പക്ഷെ അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് പണ്ടത്തെ ലോകമല്ല, ഇപ്പൊ സോവിയറ്റ് യൂണിയൻ അല്ല, ഇത് റഷ്യയാണ്. അത് കാരണം യുക്രൈൻ അവർ മൊത്തം തട്ടിയെടുക്കാൻ അവർക്ക് പറ്റില്ല. 3 കൊല്ലമായിട്ട് അവർ ചെറിയൊരു പോർഷനെ പിടിച്ചെടുത്തിട്ടുള്ളൂ. എന്തായാലും ഇത് കണ്ട് നമ്മൾ നോക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഈ നാറ്റോയുടെ മെമ്പർഷിപ്പ് ആയിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓർമ്മയുണ്ടാവും, നാറ്റോയുടെ മെമ്പർഷിപ്പ് വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത് നാറ്റോ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പുടിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ സെലൻസ്കിക്ക് നാറ്റോയുടെ മെമ്പർഷിപ്പ് വേണമായിരുന്നു. പക്ഷെ മെമ്പർഷിപ്പ് കിട്ടിയില്ല, കിട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ കൊടുത്തുമില്ല. കൊടുക്കാതെ അവസാനം യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഒരു പരിഹാരം കാണാനും പറ്റിയില്ല. പൂർണ്ണമായിട്ട് അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല, ആയുധ സഹായമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോഴും യുക്രൈൻ അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുന്നു. ആയുധം കൊടുത്തു, പക്ഷെ ഈ ആയുധം മാത്രമല്ല, കാശ് കുറെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ട്രംപ് തന്നെ പറഞ്ഞു ഞങ്ങള് $300 ബില്യൺ കൊടുത്തു, അതിൽ $100 ബില്യൺ കണക്കില്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് സെലൻസ്കിയുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റി വരുന്നത്. സെലൻസ്കി ഈ യുദ്ധത്തിൽ നിന്ന് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ കാശാണ് എവിടെ കൊണ്ട് ചെലവാക്കിയെന്നാണ് നമുക്ക് നോക്കുന്നത്. ബിക്കോസ് ഈ റഷ്യയുടെ ഈ പറഞ്ഞ റഷ്യൻ ബാങ്കിങ് സിസ്റ്റം പുറത്തു വന്നാലും യുക്രൈനിന്
കൊടുത്ത കാശിന്റെ അക്കൗണ്ട് എവിടെ പോയി എന്നാണ് ട്രംപും ചോദിക്കുന്നത്, യൂറോപ്പിലെ ചില പൊളിറ്റിക്കൽ പാർട്ടീസും ചോദിക്കുന്നത്. ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്ത്, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, കാശും ഞങ്ങൾ കൊടുത്തിരുന്നു. 100 തൊട്ട് 200 ബില്യൺ 300 ബില്യൺ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ. ട്രംപ് പറയുന്ന US അതേ കാശാണ് കൊടുത്തത്, അത്ര കാശിനെ കൊടുത്തത്. പക്ഷെ കാശൊക്കെ എവിടെ പോയി എന്നാണ്. യുദ്ധം കഴിഞ്ഞാൽ അതായിരിക്കും സെലൻസ്കിക്ക് ചോദിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, കാശ് എവിടെ? എല്ലാവരും പറഞ്ഞ് സെലൻസ്കിയെ കാശ് അടിച്ചു മാറ്റി, സ്വിറ്റ്സർലാൻഡ് കുറെ വലിയൊരു വില്ലയൊക്കെ വാങ്ങിച്ചു. അയാളിത് കഴിഞ്ഞാൽ, ഈ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലൻസ്കിക്ക് ഒരു പൊസിഷൻ ഉണ്ടാവില്ല, ആള് മുങ്ങും, സ്വിറ്റ്സർലാൻഡിലേക്ക് ഫ്രാൻസിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നേറ്റോയുടെ മെമ്പർഷിപ്പ് ഇല്ല, അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം. അതേ സമയത്ത് പുടിനും ജയിക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് ഒരു ഫേസ് സേവർ എന്ന് പറയും ഇംഗ്ലീഷിൽ. രണ്ടുപേർക്കും ഒരു എന്താ പറയുക, ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്ന്, ഈ പറഞ്ഞ മാതിരി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെയ്ത മാതിരി സീസ് ഫയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു യുദ്ധമായിരുന്നു. ഇതങ്ങനത്തെ നമ്മൾ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അത്ര വലിയ യുദ്ധമായിരുന്നില്ല. പക്ഷെ റഷ്യയും യുക്രൈനും തമ്മിൽ അടിച്ച് ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ആയിട്ട് അവർ ഡെസ്ട്രോയ് ചെയ്തത് ഈ രണ്ട് കൺട്രീസും, റഷ്യ അതെ യുക്രൈനും അതെ. ഇനി നിർത്തുകയാണ് നല്ലത്, ലോകത്തിന് നല്ലതാണ്. യൂറോപ്പ് ഒരു സമാധാനത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി റഷ്യയും യുക്രൈനും ആ സമാധാന ചർച്ചകൾ ആ സമാധാനത്തിലേക്ക്, പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.